നമസ്കാരം. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2025 വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വന്നു ചേരുമെങ്കിലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാൻ ഈ ഒരു വർഷത്തിൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അന്വേഷിച്ചും ഭാവിയിലെ സുരക്ഷിതത്വം മനസ്സിലാക്കിക്കൊണ്ടും മാത്രമേ ഏതൊരു കാര്യങ്ങൾക്കും പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം പരാജയപ്പെടുവാനും ഒരുപക്ഷെ നഷ്ടകഷ്ടങ്ങൾക്കും വഴിയൊരുക്കുവാനും ഇതിന്റെ വെളിച്ചത്തിൽ അനന്തരഫലമായിട്ട് ഭൂമി വിൽപ്പന ചെയ്ത് കടം കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിൽ ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഔദ്യോഗികമായുള്ള മേഖലകളിൽ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും അധികാര പരിധിയും വർദ്ധിക്കും. ഒരുപക്ഷെ മേലധികാരികളുടെ ചുമതലകളെല്ലാം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ നിശ്ചിതമായിട്ടുള്ള തസ്തിക വന്നു ചേരുക എന്നത് കാലതാമസം ഉണ്ടാകുവാനും 2026 മാത്രമേ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നതുമുള്ളൂ. മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള നിക്ഷേപ സമാഹരണ യജ്ഞം, ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങൾ, അതേപോലെ തന്നെ കരാർ ജോലികൾ, ഇവയെല്ലാം തന്നെ മെയ് മാസത്തോടുകൂടി പൂർത്തീകരിക്കുവാനും കുറച്ച് ബുദ്ധിമുട്ടിയാലും കൂടുതൽ ജോലിക്കാരെ വെച്ചുകൊണ്ട് മെയ് മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറി സ്വന്തം കൺവെട്ടത്തിലും മേൽനോട്ടത്തിലും ആശയവിനിമയത്തിലും ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. സാമ്പത്തിക ദുരുപയോഗത്തിന് എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് പരമാവധി മെയ് മാസത്തിന് മുൻപ് തന്നെ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് മെയ് മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിജയപ്രതീക്ഷകൾ വളരെ കുറവായിരിക്കും, അഥവാ വിദൂരത്തായിരിക്കും. അതുകൊണ്ട് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും വളരെ ഭാവിയിലേക്ക് ഇനിയും അനന്ത സാധ്യതയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും അത് വേണ്ട വിധത്തിൽ അത് പൂർത്തീകരിക്കുവാനും ഒരുപക്ഷെ ഡിസംബർ മാസത്തിലോടുകൂടി പൂർത്തീകരിക്കുവാനിട വരും. എന്നാൽ അവസരങ്ങൾ 2026 ജൂൺ മാസത്തിന് ശേഷം മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. പലപ്പോഴും ചെയ്തു വരുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുവാൻ സാധ്യതയുണ്ട്. ദാനധർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി സൽകീർത്തിയും ജനപ്രീതിയും വന്നു ചേരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. മെയ് മാസം മുതൽ പണം കടം കൊടുക്കുക, കടം വാങ്ങിക്കുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥതയ്ക്ക് പോകുക, കുറി ചേരുക എന്നിവയും വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ മുൻകോപം മുതലായവയൊക്കെ ഒഴിവാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു ക്ഷമയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കേണ്ടതാണ്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളും മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് മിക്ക അവധി ദിനങ്ങളിലും 1-2 മണിക്കൂർ മേൽനോട്ടം വഹിക്കത്തക്ക വിധത്തിൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജോലി സ്ഥലത്ത് അധ്വാനഭാരവും ചുമതലകളും വർദ്ധിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ പാർപ്പിച്ചോ മാതാപിതാക്കളെ ഒപ്പം താമസിപ്പിച്ചുകൊണ്ടോ ദൂരദേശത്തേക്കോ വിദേശത്തേക്കോ ജന്മസ്ഥലത്തേക്കോ അല്ലെങ്കിൽ ജോലിയുള്ള സ്ഥലത്തേക്കോ മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും 6 മാസത്തിനുള്ളിലോ 3 മാസത്തിനുള്ളിൽ ജന്മനാട്ടിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശവാസം വേണ്ടി വരുവാൻ ഇടയുണ്ട്. ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് 2026 2027 പൂർത്തീകരിക്കുന്ന പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ആധ്യാത്മിക ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും.
വേണ്ടപ്പെട്ടവർ പറയുന്നതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യത്തോടുകൂടി സ്വീകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുകയും എല്ലാവരിലുമുള്ള നന്മയെ സ്വീകരിച്ചുകൊണ്ട് തിന്മയെ ഒഴിവാക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതമാകുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുക മാത്രമല്ല ഈ ഒരു വർഷത്തെ പല വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും ഇത് ഉപകരിക്കുവാൻ ഇടയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നത് വഴി പലപ്പോഴും എല്ലാ ദിവസങ്ങളിലും കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ഇടപഴകിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളെല്ലാം വന്നു ചേരുവാനിടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ജീവിത പങ്കാളിയെയോ മാതാപിതാക്കളെയോ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും പരിഗണനാ സ്വഭാവം സ്വീകരിക്കുന്നത് പ്രത്യേകിച്ചും കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു. പല കാര്യങ്ങളും മറക്കുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ധാരാളം വേണ്ടി വരുവാനിടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് മെയ് മാസത്തിൻ്റെ ഉള്ളിൽ വിജയം കൈവരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ നിസ്സാരപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് പലപ്പോഴും ദേഹക്ഷീണം അനുഭവപ്പെടുവാനും നീർക്കെട്ട, രക്തശുദ്ധിക്കുറവ് തുടങ്ങിയവയൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടി മരുന്നുകളൊക്കെ കഴിച്ചാൽ ഒരു പക്ഷെ പ്രമേഹ രോഗപീഠകളായിട്ട് പരിണമിക്കാനിടയുള്ളത് കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ഇതൊരു ജീവിതചര്യയാക്കി മാറ്റുവാനും സാധ്യത കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില രേഖകളും പണവും തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നതിന് ഭാഗമായിട്ട് മധ്യസ്ഥതയ്ക്ക് പോകുവാനും അത് വേണ്ട വിധത്തിൽ ചെയ്തു തീർക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നതുമുണ്ട്. പലപ്പോഴും എല്ലാ കാര്യങ്ങളിലും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രലോഭനങ്ങളിൽ എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള സമീപനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. മക്കൾക്ക് നല്ലത് വരുവാനായിട്ട് മക്കളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും പ്രത്യേക ആരാധനാലയ ദർശനവും നടത്തുവാൻ അവസരം വന്നു ചേരും. ഏറെക്കുറെ പൂർത്തിയാക്കിയ ഗ്രഹത്തിൽ മെയ് മാസത്തിനുള്ളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ സ്ഥിരതാമസമാക്കുക എന്നത് 2 വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗൃഹപ്രവേശന കർമ്മം മംഗളകരമാക്കി തീർക്കുവാൻ സാധ്യത കാണുന്നു. ധനകാര്യ സ്ഥാപനത്തിന്റെ സഹായത്തോടുകൂടി പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുമെങ്കിലും ആധുനിക കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുന്നതും കൃഷി വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് തയ്യാറാവുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. ഇതാണ് ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.